എന്താ മോനെ പെരേര നീ കല്യാണത്തിന് ഇങ്ങനെ ഉഴപ്പ് കാണിക്കുന്നത്? എന്താ കാര്യം? ഓയപ്പ ഞാനാ പറ്റിയ ഓണത്തിന് കിട്ടി ഇപ്പൊ കിട്ടും അതാ അവസ്ഥ. അതാണ് ഒരുപാട് പേര് നമ്മുടെ കല്യാണത്തിന് ഭാരമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എത്ര ഭാരം വെച്ചാലും കല്യാണം നടക്കുന്ന സമയത്ത് നടക്കും. കാരണം താനാരാന്ന് എനിക്കറിയാം, നമ്മൾ എന്നോട് ചോദിക്കുന്നൊക്കെ പറയും. അതുപോലെ തന്നെ എന്റെ കല്യാണം ആറട്ടെ കല്യാണം നടക്കില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇത് നടന്നു കഴിഞ്ഞാൽ കേരളം കത്തും. അപ്പൊ ഇന്ത്യക്ക് പുറത്തു പോകുന്നുണ്ട് വിദേശത്ത് പ്രോഗ്രാമിനൊക്കെ. അപ്പോ ഇന്ത്യക്ക് വെളിയിലും കേരളത്തിന് പുറത്തും പോകുന്നുണ്ട്. കല്യാണം നടക്കും. നടന്നു കഴിഞ്ഞാൽ കേരളക്കാരെ മാപ്പ് പറയും പല കമന്റ്സിനും. നിങ്ങള് കല്യാണം മറ്റേ പുറത്തുനിന്ന് നോക്കൂന്ന് പറയുന്നു, ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് നോക്കൂന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ശരിയാ. ഇന്ത്യക്ക് പുറത്തു പോവുകയാണെങ്കിലും കേരളത്തിന് പുറത്തു പോവുകയാണെങ്കിലും കെട്ടിയിരിക്കും. ആഹാ, അപ്പൊ ചൈനയിൽ പോകുന്നുണ്ടെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ. തലമുറ വേണ്ടി. എന്താണ്? തലമുറ വേണ്ടി. ഓ, തലമുറക്ക് വേണ്ടിയിട്ടാണോ താങ്കൾ കല്യാണം കഴിക്കുന്നത്? അതെ, തലമുറ വേണ്ടി. ഓഹോ, അപ്പൊ പുള്ളിക്ക് തലമുറക്ക് വേണ്ടിയിട്ടാണ് പുള്ളി കല്യാണം കഴിക്കുന്നത്. ഏതായാലും ഇന്ത്യക്ക് പുറത്തായിരിക്കും മിക്കവാറും കല്യാണം നടക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് എന്നെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലെന്ന് മനസ്സിലായി. പല ആൾക്കാരും സെൽഫി എടുക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ കല്യാണം കഴിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷെ നമ്മൾക്കൊരു കാര്യമുണ്ട്, മലയാളികൾ വേണ്ട, തമിഴ് തിരുവരെ കിട്ടാം, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷ പ്രശ്നം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത്ര നല്ലൊരു ചെക്കനെ മലയാളികള് കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ നിങ്ങൾക്ക് ഭാഗ്യമില്ല ഈ പയ്യനൊക്കെ. കേരളത്തിന്റെ ഒരു പോക്കേ, കേരളത്തിൽ പെണ്ണിലിട്ടുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകണം. അല്ല, വേറൊരു കാര്യമുണ്ട്, അവരുടെയൊക്കെ തന്തേ തള്ളക്ക് നിന്നെ കിട്ടാൻ ഭാഗ്യമില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമ്മുടെ പൈസ ഡെയിലി 10,000 രൂപ മേടിക്കുന്ന ചെക്കനെ വേണ്ടെന്ന്. നിങ്ങളുടെയൊക്കെ ഒരു കാര്യം. ഏതായാലും ചെക്കൻ ഇന്ത്യ വിട്ട് കളിക്കാൻ പോവാ. ഓക്കെ, ബൈ. ഓക്കെ. ഓഹോ.